എല്ലാവർക്കും നമസ്കാരം. മൗനരാഗത്തിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനു സരയുന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് സരയുനോട് പറഞ്ഞു, മോളു ദേ മനുവേട്ടൻ സമയം കിട്ടുമ്പോഴൊക്കെ ഓടി എൻ്റെ മോളുടെ അടുത്ത് വരും. അതുകൊണ്ട് മോളു എൻ്റെ കാര്യം ആലോചിച്ച് സങ്കടപ്പെടരുതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇപ്പം എനിക്ക് ബിസിനസ് ടൂറിന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് ദേ മോളുവിൻ്റെ മമ്മിയും കൂടെ ഇവിടെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മുടെ സരയു അച്ഛനൊരു പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വരുന്ന കാഴ്ച കാണുന്നത്. അല്ല ഇതെന്താ അച്ഛാ, അച്ഛനും പോകുന്നുണ്ടോ മനുവേട്ടൻ്റെ കൂടെ? ആ ഉണ്ട് മോളെ, മനുവിനൊരു സഹായത്തിന് ഞാനും കൂടെ അവൻ്റെ കൂടെ പോവാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനുവിനോട് രഹസ്യമായിട്ട് സരയു പറഞ്ഞു, മനുവേട്ടാ അച്ഛനെ കൂടെ കൂട്ടണോ? അത് ഇച്ചിരി കടുങ്കൈ അല്ലേ എന്ന് ചോദിക്കുമ്പം മോളുവിൻ്റെ അച്ഛന് ചെറിയൊരു സ്വഭാവമുണ്ട്, അതൊരു കുശുമ്പ് മാത്രമാണ്. അതുകൊണ്ട് അയാൾ ഇനി ആ ഒരു സ്വഭാവമൊന്നും എൻ്റെ അടുത്ത് എടുക്കില്ല. ഇപ്പം തന്നെ മോള് നോക്ക്, അച്ഛൻ പഴയതുപോലെ അല്ലല്ലോ, അച്ഛൻ നല്ല ആക്റ്റീവായി വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മനോഹരൻ ഇങ്ങനെ സംസാരിച്ചതും അത് ശരിയാണ്, അച്ഛനെ മൊത്തത്തിൽ കണ്ടിട്ട് ഒരു മാറ്റമുള്ള പോലെയൊക്കെ എനിക്കും തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സരയുനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് മനു അമ്മായിയപ്പനെയും കൂട്ടിയിട്ട് അവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്തത് നേരെ പോവേണ്ടത് കല്യാണ മണ്ഡപത്തിലേക്കാണ്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ ഈ ഒരു പെട്ടി, ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ സാധന ജംബോ വസ്തുക്കളൊക്കെയാണ് ആ ഒരു പെട്ടിയിലുള്ളത്. അങ്ങനെ ഇതൊക്കെ വാരി കെട്ടി നമ്മുടെ രാഹുൽ ഇവന് പിന്നാലെ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇടക്ക് വെച്ചിട്ട് നമ്മുടെ രാഹുൽ പറഞ്ഞു, അതെ നീയൊന്ന് ആ വണ്ടി നിർത്തിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്, ഞാൻ അവിടെ പോയിട്ട് എന്ത് കാണിക്കാനാണെന്നൊക്കെ ചോദിച്ചു. അതെ താൻ അധികം ഒന്നും കാണിച്ചു കൂട്ടാനൊന്നും ഇല്ല, താൻ ഞാൻ പറയുന്നത് പോലെ തന്നെ നിന്നേച്ചാൽ മാത്രം മതി. താൻ എൻ്റെ നല്ലൊരു ബിസിനസ് ഫ്രണ്ടാണെന്നും എന്നെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തനിക്ക് അറിയാവുന്നതൊക്കെ പറയണം. താൻ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കൂട്ടുകാരനും അവൻ്റെ ഫാമിലിയും ഒക്കെ വിശ്വസിക്കും. എന്തായാലും ഒരു കല്യാണാലോചന വന്നിട്ട് ആ ചെറുക്കനെ കുറിച്ചിട്ട് ഒരുപാട് അന്വേഷണങ്ങളൊന്നും നടത്താത്ത കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിയും ബോധമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാനൊക്കെ സാധിക്കും. താൻ പറയണം എന്നെ അറിയാമെന്നും ഞാൻ നല്ല ഒന്നാം തരം ഒരു തറവാട്ടി പറഞ്ഞവനാണ് എന്നുള്ള കാര്യമൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ രാഹുലിനെ ഈ ഒരു കള്ളക്കഥകളൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. അല്ലടാ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സത്യങ്ങളൊക്കെ അറിയോ, എനിക്കൊരു പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഹുൽ ഉരുണ്ട് കളിക്കുമ്പോഴത്തേക്കിനും അതെ താൻ ഇങ്ങനെയൊക്കെയാണ്, താൻ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത്. താൻ എങ്ങാനും എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അകത്ത് 2-3 ഉണ്ട്, അവരോട് ഞാനുള്ള സത്യങ്ങളും അങ്ങ് വിളിച്ചു പറയും. അതോടുകൂടി തൻ്റെ കാര്യത്തിനൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞു. അപ്പം ശാരിയും തൻ്റെ മകളും സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ തൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാഹുലാണെങ്കിലോ എന്നാൽ എന്തെങ്കിലും ആയിക്കോട്ടെ ഇവൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിച്ച് അവനോടൊപ്പം ആ ഒരു യാത്ര അങ്ങ് തുടർന്ന് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണ വീട്ടിലാണ് കേട്ടോ. അവിടെ വെച്ചിട്ട് നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ അമ്മ അവളാണെങ്കിലോ അവിടെ കൂടിയിരിക്കുന്ന കുറച്ച് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പൊങ്ങച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ ഞങ്ങൾ കല്യാണം നടത്താൻ പോകുന്ന ആ ഒരു ചെക്കൻ ഉണ്ടല്ലോ, അവന് അമേരിക്കയിലും അതുപോലെ തന്നെ കൊറിയയിലും ഒക്കെയാണ് ബിസിനസ്സൊക്കെ ഉള്ളത്, വലിയ തറവാടികളാണ്, നമ്മുടെ ഈ നാട്ടിൽ അടുത്ത് തന്നെ ഉള്ളവരും ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞു. അല്ല ഇതിപ്പം ചെറുക്കൻ്റെ ഈ ഇത്രയും വലിയ കുടുംബത്തിലുള്ള ചെറുക്കനായിട്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ കല്യാണമൊക്കെ ചുരുക്കി ചെയ്യുന്നതെന്ന് നമ്മുടെ ആ പെണ്ണിൻ്റെ അമ്മയോട് ഒരു സ്വന്തക്കാർ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിനും അവർ മറുപടി പറഞ്ഞു, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറുക്കനൊരു ചെറിയൊരു മരിപ്പും കാര്യങ്ങളും ഒക്കെ വന്നു, അത് കാരണം അവൻ അവിടെ നിന്നും ഇതൊരു ഫംഗ്ഷനാക്കി, അതും ഗംഭീരമായിട്ടുള്ള ഒരു ഫംഗ്ഷനാക്കി നടത്താനുള്ളൊരു സാഹചര്യം ഇപ്പം തൽക്കാലം ഇല്ല, വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ഇവിടെ വെച്ച് ഇങ്ങനെ നടത്താമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കല്യാണിയെയും അതുപോലെ തന്നെ മേഘ്നയുമാണ്. കല്യാണിക്ക് വലിയൊരു നേട്ടമൊക്കെ കൈവരിച്ചു. കല്യാണിക്ക് അങ്ങ് ഡൽഹിയിൽ നിന്ന് വരെയുള്ള ഒരു പുരസ്കാരമൊക്കെ കിട്ടാൻ പോവുക. അവിടെ വെച്ച് നമ്മുടെ കല്യാണിയെ ഈ ചിത്രരചനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആദരിക്കുന്ന ചടങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ കല്യാണിയാണെങ്കിൽ ഈ ഒരു സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് മേഘ്ന വന്നിട്ട് പറഞ്ഞു, കല്യാണി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എത്രയൊക്കെ ദേഷ്യത്തിലാണെങ്കിലും എൻ്റെ കൂടപ്പറപ്പിൻ്റെ കല്യാണത്തിന് എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അപ്പം അച്ഛനും പറഞ്ഞത് വരാൻ പറ്റുവാണെങ്കിൽ വര എന്ന് തന്നെയാണ്. ഞാൻ എന്താ കല്യാണി ചെയ്യേണ്ടത്? എൻ്റെ കുഞ്ഞ് അനുജത്തി അവള് എൻ്റെ അമ്മ പ്രസവിച്ചതല്ലെങ്കിലും ഞാൻ അവളെ എൻ്റെ അനുജത്തിയായിട്ട് തന്നെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ മേഘ്നയാണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ അടുത്ത് സംസാരിച്ചു.
അപ്പൊ കല്യാണി പറഞ്ഞു, എടി നീ എന്തിനാ നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം നീ തിരിച്ച് സ്നേഹിച്ചാൽ മതി. നിന്നെ വെറുപ്പ് കാണിച്ചും നിന്നെ ആട്ടി അകറ്റുകയും ഒക്കെ ചെയ്യുന്ന ആ കൂടപ്പറപ്പിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് അവളുടെ കല്യാണം കാണണമെന്നുണ്ട്, ദൂരെ നിന്നെങ്കിലും എനിക്കതൊന്ന് കാണണം, എൻ്റെ അനുജത്തി സുമംഗലിയാകുന്ന ആ ഒരു കാഴ്ച. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണിയുടെ മനസ്സിൽ ഇടം പിടിച്ച്. അങ്ങനെ കല്യാണിയാണെങ്കിലോ ആയിക്കോട്ടെ, എനിക്കും ഒരു കൂടപ്പറപ്പൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാനും അവിടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ മേഘ്നയ്ക്ക് കൂട്ടായിട്ട് കല്യാണിയും കൂടെ റെഡിയാകുകയാണ്. രണ്ടുപേരും നല്ല രീതിയിലൊക്കെ ഒരുങ്ങി ആ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ മനു പോയ ദുഃഖത്തിൽ സരയു ഇങ്ങനെ ഇരിക്കുകയാണ്. സരയുവിന് നല്ല സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. മനുവേട്ടൻ പോയപ്പം ഒരു സമാധാനം ഇല്ലമ്മേ. മനുവേട്ടൻ ഇനി എന്നാ വരുന്നതെന്ന് പോലും അറിയില്ല. മിക്കവാറും 1 മാസം 2 മാസമൊക്കെ പിടിക്കുമായിരിക്കും വരാനായിട്ട്. ഹേയ്, അത്രയൊന്നും താമസിക്കില്ല മോളെ. മനുവിന് അറിയാലോ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി അധിക നാളില്ലല്ലോ ഡേറ്റ് ആവാനൊക്കെ. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെയൊന്നും മാറിയൊന്നും നിൽക്കൂല. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മോളു. അവന് നിന്നെ കിട്ടിയതും നിനക്ക് അവനെ കിട്ടിയതും അതും എന്തോ ഒരു മുൻജന്മ സുഹൃതം തന്നെയാണെന്നും പറഞ്ഞ് ശാരിയാണെങ്കിൽ ഇങ്ങനെ വലിയ കാര്യത്തിന് സംസാരിക്കുകയാണ്. അങ്ങനെയുടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ നമ്മുടെ മനോഹരൻ ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയാണ്. അപ്പം ഡ്രസ്സൊക്കെ പോകുന്ന വഴി മാറി അതിനുശേഷം നല്ലൊരു ഫുൾ സെറ്റപ്പ് പച്ച കളറിലുള്ള ഒരു കുർത്തയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നമ്മുടെ മനു വന്ന് ഇറങ്ങിയതും പെണ്ണിന്റെ തന്നെ ഒരു റിലേറ്റീവ് പയ്യൻ മനുവിനെ ഒരു പൂമാലയൊക്കെ ഇട്ട് സ്വീകരിക്കുക. അപ്പൊ മനു വന്ന വണ്ടി ഓടിച്ചത് രാഹുലാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രാഹുലിനെയും അതുപോലെ തന്നെ നമ്മുടെ മനോഹരനെയും ഒക്കെ കാണിക്കുക. അങ്ങനെ അവനെ ആനയിച്ചുകൊണ്ട് ആ ഒരു കതിർമണ്ഡപത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇവര് അവിടെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഉഡായിപ്പ് പരിപാടി നമ്മുടെ മനു തരികിടയാണല്ലോ. ഏതൊക്കെ ജില്ലകളിൽ അതും ഏതൊക്കെ താലൂക്കുകളിൽ പെൺപിള്ളേരുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇവന് ചെറിയൊരു പേടി. ഇത്തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. രജിസ്റ്റർ ഓഫീസിലായിരുന്നെങ്കിൽ ആശാൻ ഇത് പുഷ്പം പോലെ കൈകാര്യം ചെയ്തേനെ. അങ്ങനെ അവൻ പറഞ്ഞു, അതെ ഞങ്ങൾക്കൊരു ആചാരമൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യൻസിന്റെ സ്റ്റൈലിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കല്യാണത്തിനൊക്കെ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സെറ്റപ്പിലായിരിക്കും ഞാൻ മണ്ഡപത്തിൽ കയറുക എന്നും പറഞ്ഞു. അങ്ങനെ അവൻ നേരെ പോകുന്നത് ഡ്രസ്സിംഗ് റൂമിലേക്കാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ കല്യാണിയും അതുപോലെ തന്നെ കല്യാണിയുടെ കൂട്ടുകാരി മേഘ്നയും കൂടെ കതിർമണ്ഡപത്തിൽ എത്തുന്നത് കാണിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.